പ്രേതബാധ വരുമ്പോൾ അയാളെ പോലെ തന്നെ സംസാരിക്കുന്നുണ്ട്, ശരിക്കും അവനെ അറിയത്തുകൂടിയില്ല, അവൻ്റെ പെരുമാറ്റങ്ങൾ, അവൻ്റെ സ്വഭാവങ്ങൾ. ഊർജ്ജ ശരീരമുള്ള ആത്മാക്കൾ, അതായത് ജീവനോടിരിക്കുന്ന ശരീരത്തിനോടോ ഗുളികനെ കൊണ്ട് നമുക്ക് പ്രശ്നരാശിയിൽ നല്ല പ്രേത സാന്നിധ്യങ്ങളെ അറിയാൻ പറ്റും, നല്ലതും മോശപ്പെട്ടതും. ഇതാണ് ആ പ്രേത സാന്നിധ്യം എന്നറിയാൻ പറ്റും. ഇനി ഒന്ന് മാത്രമാണോ, ഒന്നിൽ കൂടുതലുണ്ടോ എന്നുള്ളതും നമ്മൾ കണ്ടെത്തണം. ഏതൊരു വിധത്തിലൊരു മലയാളി വേറൊരു മലയാളിയെ വളരെ വേഗത്തിൽ അറ്റാച്ച്ഡ് ആകുന്നു. സിമിലറായിട്ടുള്ള ദുഃഖത്തെയോ സന്തോഷത്തെയോ ഉള്ളവരെ കണ്ടെത്തി അവരുമായിട്ടൊരു ആത്മബന്ധം വരുന്നു. അതേപോലെ തന്നെയാണ് ഈ എനർജികൾക്കുള്ള സ്വഭാവം. തൻ്റെ 100 മുതൽ 110 വരെയുള്ളതിൽ 90 മുതൽ 105 വരെ ഉണ്ടെങ്കിൽ ഈ 100ഉം 105ൻ്റെ ഇടയിലുള്ള 5% അല്ലെ ആ ഒരു 5 ഫിഗർ മാത്രം അറ്റാച്ച്ഡ് ആകാം. ഇത് ഡിസ്റ്റർബ്ഡ് ആകുന്ന സമയത്താണെങ്കിൽ ഒരു തേർഡ് പേഴ്സണാലിറ്റിയുടെ എനർജിയാണ് ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് ഈ 100 മുതൽ 110 വരെയുള്ള എനർജിയെ ടോട്ടലി ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ ഇതാണ് പലപ്പോഴും പറയുക, പ്രേതബാധ വരുമ്പോൾ അയാളെ പോലെ തന്നെ സംസാരിക്കുന്നുണ്ട്, ശരിക്കും അവനെ അറിയത്തുകൂടിയില്ല, അവൻ്റെ പെരുമാറ്റങ്ങൾ, അവൻ്റെ സ്വഭാവങ്ങൾ, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത് അതൊരു ഡിറ്റോ റിയാക്ഷൻ ആയിരിക്കും. അതിനകത്ത് പ്രേതബാധയുടെ ഒരു ഡയറക്റ്റ് അറ്റാച്ച്മെൻറ്റ് കിട്ടുന്നതാണ്. ശരിക്കും ഈ ഒരു എനർജിയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ. ഇത് പറയുമ്പോൾ വളരെ വൈഡായിട്ട് പറയണം, അതൊരു ചാർട്ടൊക്കെ വെച്ച് വരച്ച് എഴുതി കാണിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേം കൂടി ക്ലാരിറ്റിയിൽ കിട്ടും. അപ്പം ഈ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്ന് പറയുന്നതിൽ സൂക്ഷ്മതലം എനർജി ഫീൽഡാണ്. അത് ജ്യോതിശാസ്ത്രത്തിൽ 5ാമത്തെ ഭാവമാണ്. ഇനിയും ശരീരത്തിൽ മാത്രമല്ല ഈ 5ാം ഭാവമുള്ളത്, അല്ലെങ്കിൽ സൂക്ഷ്മതലുള്ളത്. ഒരുവൻ്റെ ധനത്തിനും ഈ സൂക്ഷ്മതല 2ാം ഭാവത്തിനും ത്രികോണമുണ്ട്, 2, 6, 10. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയുടെയും സാമ്പത്തിക വളർച്ച ഈ 2, 6, 10 ത്രികോണങ്ങൾ പൂർണ്ണമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ഒരു സാമ്പത്തിക സ്രോതസ് അയാളുടെ ജീവിതത്തിൽ ആദ്യം ആരംഭിച്ച് തുടങ്ങുന്നു. മരണം വരെ അത് നിലനിൽക്കും, അതല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നിലനിൽക്കും. അപ്പം ചില കോമ്പിനേഷൻസോ ചില കണക്ഷൻസുകളോ ആണ് പൂർണ്ണതയാണ് ശരിക്കും പറഞ്ഞാൽ ത്രികോണം എന്ന് പറയുന്നത്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ആ ഊർജത്തെ റീബാലൻസ് ചെയ്യാനോ ഇക്വിലിബ്രിയത്തിൽ നിർത്താനോ ഒക്കെയുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് രീതികളാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഓരോരോ പൂജകളോ സങ്കല്പങ്ങളോ അല്ലെ കർമ്മങ്ങളോ. നിർഭാഗ്യവശാൽ ഇതൊക്കെ ആചാര്യന്മാർ പറഞ്ഞു തന്ന വിധത്തിൽ ഇന്ന് നമ്മളുടെ കയ്യിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും. കാരണം പലതും ലോപിച്ചു പോയിരിക്കുന്നു. ഇതെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോയിരിക്കുന്നു. ഈ പൂജാതന്ത്രങ്ങളുടെ സയൻറ്റിഫിക് സൈഡ് എന്താണെന്ന് പറയാതെ പോയിരിക്കുന്നു. പൂജയിൽ ജലമെടുക്കുന്നത് എന്തിനാണ്, ചന്ദനമെടുക്കുന്നത് എന്തിനാണ്, ഇതിനൊക്കെ അതിൻ്റേതായ മാച്ചിങ് സയൻറ്റിഫിക് പോയിന്റുകളുണ്ട്. അപ്പം ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേതബാധയുടെ ഒരു ഉത്ഭവസ്ഥാനം മാത്രമാണ് നമുക്കിങ്ങനെ കൊടുക്കുക. ഒരാളുടെ എനർജി പോയാലും അത് സൂക്ഷ്മ ഊർജ്ജമായിട്ട് യൂണിവേഴ്സിൽ എപ്പോഴും ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ പ്രേതബാധ ബാധിച്ചു, നിങ്ങൾ അത് ചെയ്യണം, അത് ആവാഹിച്ച് കൊണ്ടുപോയി ഇരുത്തണം. ഇത് ഇരുത്താൻ വേണ്ടിയിട്ട് പോയി നീ അവിടെ പോയി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന ടൈപ്പൊന്നുമല്ല. ശരിക്കും ഇതൊരു ന്യൂട്രലൈസേഷൻ ഓഫ് എനർജിയാണ്. എനർജിയുടെ ഒരു തിയറിയിൽ ഒരു തരത്തിലുള്ള ഊർജ്ജത്തെ ഒന്നിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് മാറ്റാനേ കഴിയത്തുള്ളൂ. പുതിയതായിട്ട് നിർമ്മിക്കാനോ ഉള്ളതിനെ വിട്ട് നശിപ്പിക്കാനോ കഴിയില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പം ഒരാൾ ജീവിച്ചിരിക്കുന്നു, അയാൾക്ക് അല്ലെങ്കിൽ അയാളുടെ ജീവിതം വെടിഞ്ഞതിന് ശേഷം ഈ ഊർജം, ഈ സയൻറ്റിഫിക്കലി നമ്മളിപ്പം പറഞ്ഞ സൂക്ഷ്മ തലത്തിലുള്ള എനർജി ഓറ അയാൾക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളോടൊപ്പം അറ്റാച്ച് ആകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും. ശ്രമം പരാജയപ്പെടുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ ഈ ശ്രമിക്കുക. ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അങ്ങ് വളരെ കംഫർട്ടായിട്ട് വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്ത് പെർഫ്യൂംഡായിട്ടിരിക്കുക, എല്ലാം നല്ല ഓക്കെ. പെട്ടെന്ന് അങ്ങയോടൊപ്പം ഒരാൾ വരുന്നുണ്ട്, അദ്ദേഹത്തെ വളരെയേറെ മാലിന്യപ്പെട്ടിരിക്കുക. താങ്കൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, പക്ഷെ ആൾ വന്ന് കയറുന്നതോട് കൂടിയിട്ട് മറ്റുള്ളവർക്കും ദുർഗന്ധം ബുദ്ധിമുട്ടും താങ്കളിലേക്ക് അറ്റാച്ച് ആവാനുള്ള ഒരു താല്പര്യം കുറയുന്നു എന്ന് വിചാരിക്കും. നോർമലി താങ്കളുടെ ഒരു പ്രശ്നം കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് താങ്കളോടൊപ്പം നിൽക്കുന്ന എനർജിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേത സാന്നിധ്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ ഒരു സെക്കൻഡ് പേഴ്സൻ്റെ
എനർജിയെ അറ്റാച്ച് ചെയ്യാൻ യൂണിവേഴ്സ് അനുവദിക്കുന്നില്ല. അത് പ്രോപ്പർ അല്ല. കാരണം ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി കൊടുക്കുന്നത് തന്നെയാണ്. യുണീക്നെസ് ആണ് നമ്മുടെ യൂണിവേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് തന്നെ ഈ എനർജിക്ക് എവിടെ ചെന്ന് തട്ടിയാൽ ന്യൂട്രലൈസ്ഡ് ആകാൻ പറ്റും, അത് ആ എനർജിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഉള്ളിടത്തോ മെറ്റീരിയൽ ഉള്ളിടത്തേക്കും അത് അട്രാക്റ്റഡ് ആകും. രണ്ടാമത് അതിനെ അട്രാക്റ്റ് ചെയ്തോ അല്ലെ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഊർജ്ജ ശരീരമുള്ള ആത്മാക്കൾ, അതായത് ജീവനോടിരിക്കുന്ന ശരീരത്തിനോടോ സ്ഥൂലത്തിനോടോ ഇത് അട്രാക്റ്റ് ആവും. ഇതാണ് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഈ ഒരു സെക്കൻഡ് എനർജി അവരുടെ ബോഡിയിലേക്ക് വരാനോ കണക്ട് ചെയ്യാനോ നോക്കുമ്പം ഇവരുടെ എനർജിക്ക് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. അവരുടെ പോസിറ്റീവ് ലെവൽസിന് ഡിസ്ട്രാക്ഷൻ ഉണ്ടാവും. കുറച്ച് എനർജി ഡൗൺ ആകുമ്പോൾ മെറ്റീരിയലിസ്റ്റിക് പ്രോബ്ലംസ് അവരെ ഹിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരെ മെൻ്റലി ഒന്ന് ഡിസ്റ്റർബ്. അപ്പം വിചാരിക്കും എന്നാൽ പിന്നെ ഞാനൊരു അസ്ട്രോളജറിനെ കണ്ടേക്കാം. നേരെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം പറയും, നിങ്ങളുടെ പ്രശ്നരാശി പ്രകാരം ഒരു പ്രേത സാന്നിധ്യമുണ്ട്. അപ്പം ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കാം. നേരത്തെ അങ്ങ് ചോദിച്ച ചോദ്യത്തിൽ നിന്നും ഒരാളുടെ ജാതകത്തിൽ ഒരു ഗുളിക നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം തുടക്കം മുതൽ എൻഡ് വരെ ഉണ്ടാവണം. അതെ, അങ്ങനെ ഉള്ള ഒരാൾ, ഇപ്പോൾ എൻ്റെ ലഗ്നത്തിൽ ഗുളികനുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ് ലെവലിലേക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കാനോ ഈ കാര്യങ്ങളെ മനസ്സിലാക്കാനോ എനിക്കെപ്പോഴും ജ്യോതിഷിയെ കാണാനേ നേരം ഉണ്ടാവുകയുള്ളൂ. ആ ഒരവസ്ഥയിലേക്ക് പോകുന്നില്ല. എല്ലാവരുടെ ലൈഫിലും സ്ട്രഗിൾസ് ഉണ്ടാവും. അപ്പം ആ ഒരു ഗുളികൻ ഒരു പക്ഷെങ്കിൽ എനിക്ക് പ്രേതമായിട്ടായിരിക്കുമോ പണിയെടുക്കുക, അതോ മറ്റെന്തെങ്കിലും തരത്തിലായിരിക്കുമോ പണിയെടുക്കുക. അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും നല്ലതും ചീത്തയുമായ സ്വഭാവങ്ങളുണ്ട്. ഗുളികൻ പ്രശ്നരാശിക്ക് അതിമനോഹരമായിട്ട് ഉപയോഗിക്കാം. ഗുളികൻ ലഗ്നത്തിൽ നിൽക്കുന്നതിൻ്റെ പേരിൽ പ്രശസ്തി ഉണ്ടാവുന്നില്ല. പ്രശസ്തി കൊടുക്കുന്നത് 10ാം ഭാവമാണ്. വളരെ വൈഡായിട്ടുള്ളതോ വേൾഡ് വൈഡായിട്ടുള്ള പ്രശസ്തി കൊടുക്കുന്ന 10ാം ഭാവമാണ്. 10ാം ഭാവത്തിന് ശുക്രനുമായിട്ട് ഏതെങ്കിലും വിധത്തിലൊരു ബന്ധമുണ്ടോ എന്ന് അവരവൻ്റെ ജാതകം ഒന്ന് സ്വയം പരിശോധിച്ച് നോക്കുക. പ്രത്യേകിച്ച് ലഗ്നാധിപൻ 10ാം ഭാവത്തിലേക്ക് പോകുന്നതും ഈ പ്രശസ്തിക്ക് കാരണമാവും. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു കാരണവശാൽ ചിലപ്പോൾ ഈ ഗുളികൻ ലഗ്നത്തിൽ വന്നിട്ടുണ്ടാവാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ആളിനെ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഞാൻ പറഞ്ഞു, സാറിൻ്റെ ജാതകത്തിൽ കർമാധിപൻ എവിടെയാണ്, അതിൽ 10ാം ഭാവത്തിൽ ശുക്രനുണ്ടോ? അപ്പോൾ അദ്ദേഹം ഇടവ ലഗ്നക്കാരനാണ്. 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുകയാണ്. ഓക്കെ, എൻ്റെയും 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഗുളികനായിരിക്കുമോ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക, ശുക്രനായിരിക്കുമോ കൊടുത്തിട്ടുണ്ടാവുക? കാരണം കേരളത്തിന് വെളിയിലോട്ട് പോയപ്പോൾ ഗുളികനെ പരിഗണിക്കുന്നില്ല. അവിടെയും ഈ പ്രശസ്തിക്കുള്ള റൂൾ അവർ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഭാവത്തിന് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം, ഗ്രഹങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. അപ്പോൾ ഗുളികനെ കൊണ്ട് നമുക്ക് പ്രശ്നരാശിയിൽ നല്ല പ്രേത സാന്നിധ്യങ്ങളെ അറിയാൻ പറ്റും, നല്ലതും മോശപ്പെട്ടതും. അതിൻ്റെ പ്രസൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ പ്രേത സാന്നിധ്യങ്ങളോ അല്ലെങ്കിൽ ഗുളിക യോഗത്തോടോ ഗുളിക ബന്ധത്തോടോ രാശി സ്വഭാവത്തോടോ കൂടിയിട്ട് ആ വ്യക്തിയോടൊപ്പം ഇപ്പോൾ സാന്നിധ്യമുള്ള പ്രേത സാന്നിധ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ, അവർ ജീവിച്ചിരുന്നപ്പോൾ ഏത് രൂപത്തിലിരുന്നവരാണ്, അവരുടെ സ്വഭാവം എന്തായിരുന്നു, അവരുടെ ഭാര്യ അല്ലെ ഭർത്താവ്, അവരുടെ രൂപങ്ങളെ നമുക്കതിലൂടെ ഹൈറ്റ് ചെയ്യാം. അവർ തമ്മിലുള്ള ബന്ധങ്ങളുടെ നിലനിൽപ്പ് നല്ലതായിരുന്നു, മോശമായിരുന്നു, അല്ലെങ്കിൽ ഭാര്യ ആദ്യം മരിച്ചു അല്ലെങ്കിൽ ഭർത്താവ് ആദ്യം മരിച്ചു, അല്ലെങ്കിൽ സന്താനങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരാളാണ്. ഇങ്ങനെ പല ഘടകങ്ങൾ ചേർക്കണം, ഒന്ന് പോരാ. രൂപം കണക്റ്റ് ആയാൽ ഉടനെ തന്നെ ചോദിക്കാം, ഈ വ്യക്തി നിങ്ങളുടെ ഇന്ന ദിക്കിലുള്ള ആളായിരുന്നു. അപ്പം നമുക്ക് വീണ്ടും ഉറപ്പിക്കാൻ പറ്റും, അതെ ഈ ദിക്കിലുണ്ടായിരുന്നു. ശരി, ഇദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിൽ ഒരു അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു, ബന്ധം പിരിയുകയോ അല്ലെങ്കിൽ പുനർവിവാഹം ഉണ്ടാവുകയോ അങ്ങനെ മറ്റെങ്കിൽ, അപ്പോൾ അതുണ്ടെങ്കിൽ ഇത് ഒരു ബന്ധം പിരിഞ്ഞു പോയി, അല്ലെങ്കിൽ ഭാര്യ ആദ്യം മരിച്ചുപോയി. ശരി, അപ്പോൾ ഒരു പിതൃവിനെ കണക്ട് ചെയ്തപ്പോൾ അതിൻ്റെ 3 പോയിന്റുകൾ സെറ്റ് ചെയ്തു. പിന്നെ സന്താനങ്ങൾ ഉള്ളതോ ഇല്ലാത്തതോ ആ രാശിപ്രകാരം നമുക്ക് നിശ്ചയിക്കാം. അപ്പോൾ അങ്ങനെ സന്താനങ്ങളില്ലാത്തവരായിരുന്നോ, അല്ലെ സന്താനത്തിനെ പോലെ കരുതിയ ഒരാൾ അവരോടൊപ്പം ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെയുള്ള പല ഘടകങ്ങളിലൂടെ ഇതാണ് ആ പ്രേത സാന്നിധ്യം എന്നറിയാൻ പറ്റും. ഇനി ഒന്ന് മാത്രമാണോ ഒന്നിൽ കൂടുതലുണ്ടോ എന്നുള്ളതും നമ്മൾ കണ്ടെത്തണം. എൻ്റെ ഇങ്ങോട്ടുള്ള ജ്യോതിഷ ജീവിതാനുഭവത്തിൽ പിതൃശുദ്ധി എന്ന് പറയുന്ന ക്രിയകളിൽ ഞാൻ ഏറ്റവും കൂടുതലും ഒറ്റ പൂജയിൽ തന്നെ 56 പിതൃക്കളുടെ ആവാഹനത്തിന് വേണ്ടിയിട്ടിരിക്കേണ്ടി വന്നിട്ടുണ്ട്. നോക്കൂ, നമ്മൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പല പ്രേത പൂജാതി കർമ്മങ്ങളിലും ഈ ചോദിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, അത് ഗുളികനായിട്ട് നിൽക്കുന്നു, അത് അച്ഛനാണ് അമ്മയാണെന്ന് അവർ നിശ്ചയിച്ചു. ഓക്കെ,
അത് പിന്നെ എവിടെയെങ്കിലും ആവാഹിച്ച് കൊണ്ടുപോയിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഈ പലയിടത്തും ആവാഹിച്ചത് വീണ്ടും കാണുന്നതിൻ്റെയൊക്കെ കാരണം അതിൻ്റെ പ്രൊസീജിയർ പ്രോപ്പർ ആവാത്തതുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായ രീതിയിൽ അവലംബിക്കണം. എത്ര പിതൃക്കൾ അവിടെ ഉണ്ട്, അതെത്ര എണ്ണം ഇപ്പോൾ അറ്റാച്ച്ഡ് ആണ്, ഇപ്പോൾ ഉള്ള സൂചന തന്നെ പൂജാ സമയത്തും ഉണ്ടോ, ആ പൂജാ സമയത്ത് നിൽക്കുന്നത് ഏതൊക്കെ, ഇതെല്ലാം അവിടെ ഹൈലൈറ്റ് ചെയ്ത് ആ വീട്ടുകാരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം ജ്യോതിഷിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അത് എങ്ങും ആരും പഠിപ്പിക്കുന്നില്ല. ജ്യോതിഷിക്ക് എന്തായാലും എന്ന് വെച്ചാൽ കഴിഞ്ഞിട്ടും പോകണം, ജ്യോതിഷിക്ക് പോകുന്നതിനേക്കാൾ കൂടുതലും തന്ത്രിക്കും പോകണം. കാരണം വെച്ചാൽ പിറ്റേന്ന് രാവിലെ അവർക്ക് അടുത്ത ജോലിയുണ്ട്. ഇപ്പം ഇതെല്ലാം ചില അയ്യോ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നതും നാണക്കേടാണ്. ഈ മേഖലയ്ക്കും നാണക്കേടാണ്, അവർക്കും നാണക്കേടാണ്. പിന്നെ ഏതൊക്കെയോ വഴിക്ക് ചിലരുടെയൊക്കെ നല്ല സമയത്തിന് അത് ഗുണമായിട്ട് മാറുന്നു, മറ്റുള്ളവർക്കൊക്കെ മോശമായിട്ട് മാറുന്നു.